വിനീഷ്യസ് അടിച്ച പെനാൽറ്റി ഗോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ലെഫ്റ്റിലേക്ക് വിനീഷ്യസ് സൈഡ് ആകുന്നു. അപ്പോഴും വിനീഷ്യസിൻ്റെ കണ്ണുകൾ ഗോൾ കീപ്പറുടെ പൊസിഷനിലായിരിക്കും. വിനീഷ്യസ് പിന്നെ ഡയറക്റ്റ് ബോളിലേക്ക് ഓടുന്നു, പെട്ടെന്നൊരു സ്റ്റോപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഗോൾ കീപ്പറുടെ പൊസിഷൻ ചെക്ക് ചെയ്യുന്നു ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ അടി അടിക്കുന്നു ആൻഡ് ഇറ്റ്സ് എ ഗോൾ. നിങ്ങളുടെ അറിവിൽ ലോകത്ത് ഏറ്റവും ബെസ്റ്റായി പെനാൽറ്റി എടുക്കുന്നത് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. നെയ്മറിൻ്റെ ഫ്രീ കിക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ബോൾ പ്ലേസ് ചെയ്തിട്ട് കീപ്പറുടെ കണ്ണിലേക്ക് ഒരു ഡെഡ് സ്റ്റെയർ നോക്കുന്നു. കീപ്പറുടെ കണ്ണുകളിലേക്കും ഗോൾ കീപ്പിൻ്റെ പൊസിഷനിൽ നോക്കിയിട്ട് നെയ്മർ വിസിലിനായി കാത്തിരിക്കുന്നു. വിസിൽ വിളിച്ച അപ്പം തന്നെ നെയ്മർ ലെഫ്റ്റ് സൈഡിലേക്ക് മെല്ലെ പോകുന്നു, പിന്നെ മെല്ലെ മുമ്പിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഒരു ചെറിയ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്നിട്ട് കീപ്പറുടെ പൊസിഷൻ ചെക്ക് ചെയ്തിട്ട് ഒരു മനോഹര അടി ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അടുത്തതായി ആരുടെ പെനാൽറ്റി കിക്കാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എംബാപ്പ റയൽ മാഡ്രിഡിന് അടിച്ച പെനാൽറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ബോളിൻ്റെ അടുത്തേക്ക് സ്ലോ ആയി വരുന്നു, എന്നിട്ട് കീപ്പറുടെ പൊസിഷൻ ചെക്ക് ചെയ്യുന്നു. ബോൾ അടിക്കാൻ നിൽക്കുമ്പോൾ കീപ്പർ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ എംബാപ്പ ശ്രദ്ധിച്ച് റൈറ്റ് സൈഡിലേക്ക് നൈസായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അടുത്തതായി നമ്മൾ ആരെയാണ് അനലൈസ് ചെയ്യേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക. പെനാൽറ്റി സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് ലെവൻഡോസ്കിയുടെ പെനാൽറ്റിയാണ്. റോബർട്ട് ലെവൻഡോസ്കിയുടെ പെനാൽറ്റി ലോകത്തിലെ ഒരു മികച്ച പെനാൽറ്റി ടെക്നിക്ക് തന്നെയാണ്. നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ബോൾ പ്ലേസ് ചെയ്തിട്ട് റഫറിയുടെ വിസിൽ വിളിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് 2 സ്റ്റെപ്പ് എടുക്കുന്നു, പിന്നെ ഡയറക്റ്റ് ബോളിലേക്ക് പോയിട്ട് പെട്ടെന്നൊരു സ്റ്റോപ്പ്. ആ സ്റ്റോപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ ഗോൾ കീപ്പർ പൊസിഷൻ ചെക്ക് ചെയ്യുന്നു. ഇത് ചെക്ക് ചെയ്തുകൊണ്ടുള്ള ഗുണം ഗോൾ കീപ്പർ പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബോൾ ഷോട്ട് ചെയ്യുന്നു ആൻഡ് ഹീ ഷോട്ട് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ്സ് എ ഗോൾ. റോബർട്ട് ലെവൻഡോസ്കിയുടെ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ആരുടെ ടെക്നിക്കാണ് അനലൈസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക.